സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമായ ചില മിനിറ്റുകൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന 1-2 ചിന്തകൾ വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത്. അവിടെ ഇങ്ങനെ പറയുന്നു: മോശ കടലിൻ്റെ മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങി ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ശാന്തമായ ദൈവാത്മാവ് ഇതിനകത്തു നിന്ന് എന്നോട് സംസാരിച്ച ചില ദൂതുകൾ നിങ്ങളോട് അടർത്തി നിങ്ങൾക്ക് കൈമാറി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് പല തരത്തിലുള്ള കാറ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം പഴയ നിയമവും പുതിയ നിയമവും പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായി നിൽക്കുന്ന കാറ്റുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതുനിയമത്തിനകത്ത് പൗലോസിൻ്റെ ജീവിതവുമായുള്ള ബന്ധത്തിനകത്ത് ഏകദേശം 4-ലധികം കാറ്റുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈശാനമൂലൻ, തെന്നിക്കാറ്റ്, ദിശ തെറ്റിക്കുന്ന കാറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റുകൾ പുതുനിയമത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒട്ടനവധി ദൈവദാസന്മാർ എടുത്തു പ്രസംഗിക്കുന്ന ഒരു സന്ദർഭമാണ്. 3 രാവും പകലും ദൈവം മലമേൽ കയറിയിരുന്ന് തൻ്റെ ശിഷ്യന്മാരോട്, കൂടി വന്ന പുരുഷാരത്തോട് തിരുവായി മൊഴിഞ്ഞ ശേഷം അവർക്ക് തിന്മാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ബാലൻ്റെ കയ്യിലിരുന്ന 5 അപ്പത്തെയും 2 മീനിനെയും കൊണ്ട് 5000-ഓളം വരുന്ന പുരുഷാരത്തെ പോഷിപ്പിച്ചിട്ട് കർത്താവ് പടക് കയറുകയാണ്. ലക്ഷ്യം ഗദരദേശമാണ്. ഗദരദേശത്തുള്ള ഒരു ഭൂതഗ്രസ്തൻ്റെ സൗഖ്യത്തിനു വേണ്ടി കർത്താവ് പടക് കയറുകയാണ്. കർത്താവ് പടക് കയറിയപ്പോൾ ശിഷ്യന്മാരും കൂടെ കയറി. പക്ഷേ രാത്രിയുടെ യാമമെത്തിയപ്പോൾ കാറ്റാഞ്ഞടിക്കാൻ തുടങ്ങി, തിരമാലകൾ ആർത്തിരമ്പാൻ തുടങ്ങി. പടക് തകർന്നു പോകുമോ എന്ന് പോലും സംശയിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരികയാണ്. അവിടെ നമ്മുടെ നാഥൻ പടകിനകത്ത് തലവച്ച് കിടന്നുറങ്ങുകയാണ്. കർത്താവ് ഉറങ്ങുമ്പോൾ, കർത്താവ് മയങ്ങുമ്പോൾ, ഞാനിങ്ങനെ പറയാം, പടക് തകരുമെന്ന സാഹചര്യത്തിനകത്ത് ആയിത്തീരുകയാണ്. ശിഷ്യന്മാർ നിലവിളിക്കുന്നു: നാഥാ, ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ വെളിപ്പെടുന്നൊരു കാറ്റുണ്ട്. ആ കാറ്റ് അനുഗ്രഹത്തിൻ്റെ കാറ്റല്ല. ആ കാറ്റിൻ്റെ പ്രത്യേകത എത്തേണ്ട ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കാതെ പാതി വഴിയിൽ തകർത്ത് കളയുന്ന കാറ്റാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ കാറ്റിൻ്റെ ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ: ഇപ്പുറത്തെ കരയിൽ നിന്ന് നീ ഇറങ്ങിത്തിരിച്ചു, പക്ഷെ നിന്റെ ദൗത്യത്തിനു വേണ്ടി നീ അക്കരക്കരയിലെത്തരുത്. ആ അക്കര എത്തുന്നതിന് മുമ്പ് പാതി വഴിയിൽ തകർത്ത് കളയാൻ ആർത്തിരമ്പുന്നൊരു കാറ്റുണ്ട്. ഹല്ലേലൂയ. എത്രയോ പേരുടെ ജീവിതമെന്ന് നോക്കിയേ, സന്തോഷത്തോടെ കാലെടുത്തു വച്ചതാണ്, സന്തോഷത്തോടുകൂടെ യാത്ര തിരിച്ചതാണ്.
സന്തോഷത്തോടുകൂടെ ശുശ്രൂഷയ്ക്കിറങ്ങിയതാണ്, സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം ആരംഭിച്ചതാണ്, സന്തോഷത്തോടുകൂടെ മിനിസ്ട്രി ആരംഭിച്ചതാണ്, സന്തോഷത്തോടുകൂടെ ആമേൻ ആമേൻ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് പാതി വഴിയിലെത്തിയപ്പോൾ അപ്പുറം കാണാൻ കഴിയാതെ അക്കരക്കരയിലെത്തുമോ എന്ന് പോലും പ്രതീക്ഷയ്ക്കൊരു നാമമില്ലാതെ ഒരു വകയുമില്ലാതെ ഏതൊക്കെ ജീവിതത്തിൻ്റെ നടുവിൽ നമ്മൾ മാത്രം ഫേസ് ചെയ്യുന്ന ചില ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചില ജീവിതത്തിൻ്റെ നടുവിൽ അടിക്കുന്ന ചില കൊടുങ്കാറ്റുകളുണ്ട്. ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറാ. യാത്രമധ്യേ അടിക്കുന്ന ചില തിരമാലകളുണ്ടല്ലോ, അതിന് പിന്നിൽ ചലിക്കുന്ന ചില കൊടുങ്കാറ്റുകളുണ്ടല്ലോ, ആ കാറ്റുകളെല്ലാം നന്മയ്ക്കല്ല, പലതിനെയും തകർത്ത് കളഞ്ഞതാണ്. ഈ പകൽക്കാല ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നാഥ എന്ന് വിളിച്ചു കഴിഞ്ഞ നിന്റെ ജീവിതത്തിൻ്റെ മടുവഴിയിൽ വച്ച്, പിന്നെ പാതി വഴിയിൽ വച്ച് തകർത്ത് കളയാൻ ശത്രുവിടുന്ന ചില ശത്രുവിൻ്റെ കൊടുങ്കാറ്റുകളെ ആമൻ ഇന്ന് പകൽക്കാലം ശാസിച്ചിട്ട് ചില തിരമാലകളെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഈ പകൽ ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്, നിന്റെ പടകിനകത്തുണ്ട്. ധൈര്യത്തോടെ പറ, ഞാനും എൻ്റെ കുടുംബവും തകർന്നു പോകില്ല, ഞാനും എൻ്റെ സഭയും തകർന്നു പോകില്ല, ഞാനും എൻ്റെ ജീവിതവും തകർന്നു പോകില്ല. കാരണമെന്ത്? എൻ്റെ പടകിൽ കർത്താവ് ഉള്ളിടത്തോളം കാലം, എൻ്റെ പടകിൽ കർത്താവ് ഉള്ളിടത്തോളം കാലം എന്നെ തകർത്തു കളയാ ഒരു ഈശാന മൂലന് കഴിയത്തില്ല, എന്നെ തകർത്തു കളയാ ഒരു ശത്രുവിന് കഴിയത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ കരമടിച്ച്. പ്രിയരെ, കാറ്റിൻ്റെ പ്രത്യേകത നിനക്ക് വച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നീ എത്തരുത്. ഈ കാറ്റിൻ്റെ പ്രത്യേകത നിന്നിൽ വച്ചിരിക്കുന്ന ദൗത്യത്തിൽ നീ എത്തരുത്. നിന്നിൽ വച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നിന്നെ കൊണ്ടെത്തിക്കരുത്. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ നടുവിൽ അടിക്കുന്ന ചില കൊടുങ്കാറ്റുകളുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കാറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാറ്റാണ്, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാറ്റാണ്. നീ ചിന്തിക്കും നിന്റെ മേൽ വെളിപ്പെട്ട പ്രശ്നം ഇന്ന കാരണം കൊണ്ടാണ്, ഇന്നതുകൊണ്ടാണ് വന്നത്. ശിഷ്യന്മാർ പറയുന്നു, അയ്യോ നാഥാ, ആമേൻ, ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? ശിഷ്യന്മാരുടെ ചിന്ത എന്തെന്നറിയാമോ? ശിഷ്യന്മാരുടെ ചിന്ത അവിടെ പടക് ഉലയുന്നത്, അവിടെ പടക് മുങ്ങിത്തുടങ്ങുന്നതിൻ്റെ പിന്നിൽ തിരമാലകളാണെന്നാണ്. അവിടെ ചിന്ത തിരമാലകളാണെന്നാണ്. നമ്മളും ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എന്താ? നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിക്ക് കാരണം ഇന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രതികൂലത്തിന് കാരണം ഇങ്ങനെയാണ്, നമ്മൾ ഇന്ന വിഷയങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ആത്മാവിൽ ഞാൻ പറയാ, നീ വിചാരിക്കുന്ന വിഷയമല്ല ആമേ നിന്റെ പിന്നിൽ ചലിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകത ഇന്ന് പകൽക്കാല നിന്റെ സാഹചര്യത്തിനെതിരെ ആമേ നീ എത്തേണ്ടടുത്ത് എത്തിക്കാതെ നിന്റെ പിന്നിൽ ചലിക്കുന്ന അതിൻ്റെ റൂട്ടിനെ വെട്ടുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. സാഹചര്യമെല്ലാം എതിരാണ്, മുങ്ങിത്തുടങ്ങി. വിദൂരതയിൽ നിന്ന് നോക്കിയാൽ നിന്നെ നോക്കുന്നവർക്ക് കാണാൻ കഴിയും നിന്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആഴം എത്രയെന്ന്, നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ആഴം എത്രയെന്ന്. നിന്റെ ദിശകൾ മാറി തുടങ്ങി, നിന്റെ പടക് തകർന്നു തുടങ്ങി. ഏതൊക്കെ തിരമാലകൾ പടകിന് മുകളിലൂടെ ആർത്തിരമ്പി വരുന്നുണ്ട്. അതിൻ്റെ നടുവിലും അക്കരമുയർത്തിപ്പറ, ഞാൻ എത്തേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിക്കും, ഞാൻ എത്തേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിക്കും, ഞാൻ എത്തേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിക്കും. കാരണമെന്ത്?
എൻ്റെ കൈമിടുക്കല്ല, എൻ്റെ പ്രാർത്ഥനയുടെ വലിപ്പമല്ല, ഞാൻ വിശുദ്ധനായത് കൊണ്ടല്ല, എൻ്റെ കർത്താവിൻ്റെ പടകിലുള്ളത് കൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ പടകിലുള്ളത് കൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, നിനക്കെതിരെ ആർത്തിരമ്പി വരുന്ന തിരമാലകളുടെ പിന്നിൽ ചലിക്കുന്ന ചില കാറ്റുകളുണ്ട്. ആ കാറ്റ് നിന്നെ തകർക്കില്ല. കാരണം യേശു നിൻ്റെ പടകിലുണ്ട്. യേശു നിൻ്റെ പടകിലുണ്ട്. കണ്ടു നിൽക്കുന്നവർക്ക് അതറിയാൻ കഴിഞ്ഞെന്ന് വന്നിട്ടില്ല, വരുന്നമെന്നില്ല. പക്ഷെ നിനക്ക് നന്നായി അറിയാം. അതനുഭവിച്ചവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ജീവിതത്തിൻ്റെ എത്രയോ സാഹചര്യങ്ങൾ, എത്രയോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ താളം തട്ടി തുടങ്ങിയപ്പോൾ, ദിശ മാറി തുടങ്ങിയപ്പോൾ, ജീവിതം തീർന്നെന്ന് തോന്നിയപ്പോൾ, ഇനി ഒരു നാളെയുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ, ഇനിയൊന്ന് എനിക്ക് ഒരു ശുശ്രൂഷയുണ്ടോ എന്ന് ചിന്തിച്ച ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അവിടെയെല്ലാം ഇറങ്ങി വന്ന ആ കർത്താവ് പ്രിയരെ, ഇതുപോലെയാണ് പൗലോസിൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ശുശ്രൂഷയിലും വെളിപ്പെട്ട കാറ്റ്. ഞാനിങ്ങനെ പറയാം, പുതിയ നിയമത്തിനകത്തും പഴയ നിയമത്തിനകത്തും ഒത്തിരി കാറ്റുകൾ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടു. അത് മാത്രം പ്രസംഗിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണം. ആ പേരെടുത്ത്, കാറ്റിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കാനുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന വ്യത്യസ്തമായൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എല്ലാ കാറ്റുകളും തകർക്കാനല്ല. ആമേൻ. കാറ്റ് ഭയാനകമാണ്. ദൈവദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നലേക്ക് എന്ന മഴയായിരുന്നു, ഇന്നലെ അർദ്ധരാത്രിയൊക്കെ എന്ന മഴയായിരുന്നു. ഇച്ചിരി കാറ്റൊക്കെ വന്നപ്പോൾ നമ്മളും ഭയപ്പെട്ടു. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാറ്റ് ഭയാനകമാണ്. കാറ്റ് ഭീകരത നിറഞ്ഞതാണ്. കാറ്റ് ഭയപ്പെടുത്തുന്നതാണ്. കാറ്റ് തകർച്ചകളെ നമ്മുടെ മുൻപിൽ കൊണ്ട് നിർത്തുന്നതാണ്. അമ്മേ, കാറ്റ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് നീ തകർച്ചയെന്ന് പറയുന്ന ആ കാറ്റിനെ നിനക്ക് അനുഗ്രഹമാക്കി തരാൻ കഴിയും. വല്ലതും പിടികിട്ടുന്നുണ്ടോ പ്രിയരെ? ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് പ്രതിസന്ധിയായി മാത്രമല്ല ഈ കാറ്റുകൾ വെളിപ്പെട്ടത്. ചില കാറ്റുകൾ അനുഗ്രഹമാണ്. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ചില പ്രതിസന്ധികൾ അനുഗ്രഹമാണ്, ചില ശൂന്യതകൾ അനുഗ്രഹമാണ്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ ജീവിതത്തിൽ വരുന്ന സകലത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു അവർണ്ണനീയമായ കരമുണ്ടെങ്കിൽ പറയണ, അതിൻ്റെ പിന്നിൽ ഞാൻ കാണാത്ത ഒരു ദൈവിക പദ്ധതി കൊണ്ട് സകല തകർച്ചകളുടെയും സകല വേദനകളുടെയും സകല ശൂന്യതയുടെയും പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രിയരെ, എല്ലാ കാറ്റും തകർക്കാനല്ല. അതിൻ്റെ മടിവിൽ ചില കാറ്റുകളുണ്ട്. അത് അനുഗ്രഹത്തിൻ്റെ കാറ്റുകളാണ്. അത് വഴികൾ തെളിയിച്ചു തരുന്ന കാറ്റുകളാണ്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ വേഗത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ പ്രിയരെ, നാം വായിച്ച വചനത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു കാറ്റ്, ആ കാറ്റിൻ്റെ പേര് വചനം പറയുന്നു കിഴക്കൻ കാറ്റ്. അമ്മേ, കിഴക്കൻ കാറ്റ്. മോശ കടലിൻ്റെ മേൽ വടി നീട്ടിയപ്പോൾ വചനം അങ്ങനെയാണ് പറയുന്നത്, യഹോവ സാധാ കാറ്റല്ല, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. സാഹചര്യം ശ്രദ്ധിച്ചോണേ.
അവിടുത്തെ സിറ്റുവേഷനാണ് ഏറ്റവും പ്രധാനം. സിറ്റുവേഷൻ 400 വർഷത്തെ അടിമവാസം കഴിഞ്ഞ് മോശയോട് ദൈവം പറയുക, മോശേ, എൻ്റെ ജനത്തെ നീ ഫറവോനോട് പറ ആരാധിപ്പാൻ. ആമേൻ. ഞാൻ അവിടേക്കൊന്നും നിൽക്കുന്നില്ല. ആമേൻ. എടാ, ദൈവം നിന്നെ വിളിച്ചപ്പോൾ, ദൈവം നിന്നെ മാനസാന്തരത്തിന് കൊണ്ടുവന്നപ്പോൾ, ദൈവം നിനക്ക് സ്നാനം നൽകി ദൈവസഭയോട് ചേർത്ത് നിർത്തിയപ്പോൾ, ആമൻ, ഏതോ വീട് വയ്ക്കാനല്ല, ഏതോ കാറ് വാങ്ങാനല്ല, വലിയ രീതിയിൽ ഏതോ ജീവിതം ജീവിച്ചു തീർക്കാനല്ല, ദൈവത്തെ ആരാധിപ്പാനാണ്. എന്ത് നീ മറന്നാലും ആരാധന നീ മറക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. വചനം പറയുന്നു, ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടു നൽകാൻ നീ പോയി പറ. 10 ബാധകൾ, അവസാനത്തെ കടിഞ്ഞൂൽ സംഹാരം ഉൾപ്പെടെയുള്ള 10 ബാധകൾ മിസ്രൈമിൽ സംഭവിക്കുകയാണ്. ഞാനിങ്ങനെ പറയാം, ആരാധിക്കാൻ മടിച്ചാൽ, ആരാധന മടിച്ചാൽ നിന്റെ കൂടാരത്തിൽ ബാധകൾ നിറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സംഖ്യാപുസ്തകം എടുത്ത് പ്രസംഗിക്കണം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആരാധനയ്ക്ക് ഒരു മടിയും കാണിക്കരുത്. കിട്ടുന്ന സമയം മുഴുവനും ആരാധിച്ചോണം. നമുക്ക് കിച്ചണിൽ ആരാധിക്കാൻ കഴിയും. ഹലോ, നമ്മളൊരു ബിംബത്തെ ആരാധിക്കുന്നവരല്ല, ഒരു സ്റ്റാച്യുവിനെ ആരാധിക്കുന്നവരല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ആയിരിക്കുന്ന ആത്മാവിൽ, സത്യത്തിലും ആത്മാവിലും സ്തുതിക്കുന്നവരാണ്. എങ്ങനെയും സ്തുതിക്കാൻ കഴിയണം. നായിൽ സ്തോത്രം നിന്റെ നാവിലൂടെ പുറത്തു വരണം. ഒരു നാവിൽ നിന്ന് നന്മയും തിന്മയൊന്നും വരില്ല. അല്ലോ, ഒരു ഉറവയിൽ നിന്നും രണ്ട് വെള്ളമൊന്നും ഒരു ഉറവയിൽ നിന്ന് വരില്ല. ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. ആരാധന മറക്കരുത്, ആരാധിക്കാൻ മറന്നു പോകരുത്. ആരാധന മറന്നാൽ ബാധകൾ നിറയും. ഫറവോൻ ആരാധിക്കാൻ ദൈവജനത്തെ വിടാൻ മടിച്ചു. ഫറവോന്റെ കൊട്ടാരം ഉൾപ്പെടെ സകലെടുത്തും ബാധകൾ കൊണ്ട് നിറഞ്ഞു. 10ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റുനോറ്റ് വളർത്തിയ തലമുറ പോലും ഫറവോന്റെ മുൻപിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഫറവോൻ തലയിൽ കൈവച്ചിട്ട്, ഞാനിങ്ങനെ പറയാറുണ്ട്, എല്ലാം തകർന്നിട്ട്, ജീവിതം തകർന്നിട്ട് അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കേണ്ടത്. ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിച്ചോണം. അടുത്തിരിക്കുമ്പോൾ അവനോട് വിളിച്ചപേക്ഷിച്ചോണോ. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. എല്ലാം തകർന്നിട്ടല്ല, എല്ലാം ശൂന്യമായിട്ടല്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടാലും കേൾക്കാത്ത പോലെ ഇരുന്നാലും ദൈവവചനം അങ്ങനെ പറയുന്നു. കടിഞ്ഞൂൽ സംഹാരം, തലമുറ പോലും നശിച്ചു പോയപ്പോൾ ഫറവോൻ പറയുക, മോശേ, നിനക്ക് ജനത്തെ ആരാധിക്കാനല്ലേ വേണം, കൊണ്ടുപോയ്ക്കോ. ഇസ്രായേൽ ജന മിസ്രൈമിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്, പുറപ്പാട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പാടിലേക്ക്, അല്ലെങ്കിൽ പുറത്തു വരികയാണ്. അവർ പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കണമേ, അവരുടെ മുൻപിൽ ചില മണിക്കൂറുകൾ, ചില മിനിറ്റുകൾ അവർ യാത്ര തിരിച്ചു അങ്ങ് വിദൂരതയിലേക്ക് എത്തിയപ്പോൾ സൈഡിലൊരു പർവ്വതം. ആ പർവ്വതത്തിന് മുകളിൽ ഓടിക്കയറാൻ കഴിയില്ല. മുൻപിലൊരു ചെങ്കടൽ, പിൻപിൽ എന്തുവാ, ഫറവോനും സൈന്യവും. അവരുടെ മുൻപിൽ മേഘസ്തംഭമായി നിന്ന, അഗ്നിത്തൂണായി നിന്ന ദൈവ സാന്നിധ്യം അവിടെ നിൽക്കുകയാണ്. അവർ അവിടെ ചെങ്കടലിന്റെ മുൻപിൽ പാളയം അടിച്ചു കിടക്കുകയാണ്. ഫറവോനും സൈന്യവും വരുന്നു എന്നൊരു വാർത്ത കേൾക്കുകയാണ്. കേട്ടപ്പോൾ ജനം ചോദിക്കാൻ തുടങ്ങി, ഹേ മോശേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ട് ഇട്ടത്? മിസ്രൈമിൽ ഇങ്ങനെയാ ചോദിച്ച, വേദപുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി. മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോടാ നീ ഞങ്ങളെ ചെങ്കടലിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടത്? ദാ വരുന്നുണ്ട് ഫറവോനും രഥങ്ങളും കുതിരകളുമായി, ഫറവോനും സൈന്യവും ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. അവർ ഞങ്ങളെ തകർത്ത് കളയും. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ എഴുന്നേൽക്കാൻ തുടങ്ങി. മോശയുടെ മുൻപിൽ ചെങ്കട്, സൈഡിൽ പർവ്വതങ്ങൾ, പിൻപിൽ ഫറവോനും സൈന്യവും. ദൈവം മോശയോട് പറഞ്ഞു,
മോശയെ നീ മിണ്ടാതിരിക്ക്, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പകൽ ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയോ, മുൻപും പിൻപ് ആമേൻ അടയപ്പെട്ടതുപോലത്തെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എല്ലാം തകർന്നെന്ന് തോന്നുമ്പോ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാ പറയുക, കുഞ്ഞെ നീ വായടച്ച് മിണ്ടാതിരിക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഈ പകൽ യുദ്ധം ചെയ്യാം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. മോശേ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം, നീ മിണ്ടാതിരിക്ക്, നീ മിണ്ടാതിരിക്ക്. ഈ പകൽ വിശ്വാസത്തോടെ പറ, എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അമ്മ ശ്രദ്ധിച്ച പ്രിയരെ, മുൻപിൽ ചെങ്കടൽ, ചെങ്കടൽ എന്നൊക്കെ പറഞ്ഞ കടലാണ്, കടലാണ്, സാധാരണ ഒരു തോടല്ല, വലിയ ചെങ്കടൽ, ആർത്തിരമ്പുന്ന ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും, ആമേ വശത്തായി പർവ്വതങ്ങൾ, ഓടിക്കയറാൻ കഴിയില്ല, ഫറവോൻ കൊന്നുകളയോ. ശ്രദ്ധിച്ച്, ഇവരുടെ നടുവിൽ പിറുപിറുക്കുന്ന ജനം കൊണ്ടുവന്നത് ശവക്കുഴിയിൽ, ഹലോ, കൊണ്ടുവന്നത് ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങളെ തകർക്കാനാണോ നീ കൊണ്ടുവന്നേ? നീ ഞങ്ങളെ തീർത്ത് കളയാനാണോ മോശെ കൊണ്ടുവന്നേ? ശ്രദ്ധിച്ചിരിക്കണേ പ്രിയരെ, വചനം പറയുന്നു, അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശെ നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ട്. മോശ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവം യുദ്ധം ചെയ്യുക. ശ്രദ്ധിച്ചു കേട്ടോ, വചനം പറയുന്നു, മോശ ചെങ്കടലിൻ്റെ അടുക്കൽ പോയിട്ട് അവൻ്റെ കയ്യിലുള്ള വടിയെടുത്ത്, ഹലോ, വടിയെടുത്ത് നീട്ടി. വടിയെടുത്ത് നീട്ടിയപ്പോ ഇതുവരെ ഇല്ലാത്ത അടുത്ത പ്രതിസന്ധി. ഹലോ, മോശ വടിയെടുത്ത് നീട്ടിയതും ഇതുവരെയും കാറ്റില്ലായിരുന്നു. മുമ്പിൽ ചെങ്കടലെ ഉണ്ടായിരുന്നുള്ളൂ, പിൻപിൽ ഫറവോനെ ഉണ്ടായിരുന്നുള്ളൂ, ആമൻ ഇപ്പുറത്ത് പർവ്വതങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആമൻ മോശ വടി നീട്ടിയതോ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റും അടിച്ചു. എൻ്റെ ചിന്ത, കാറ്റ് എങ്ങനെയാ പ്രിയരെ അടിക്കുന്നത്? കാറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആമൻ മുകളിലൂടെയാണ് അടിച്ചുകൊണ്ട്. ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ, ഹലോ, ഇങ്ങനെ അടിച്ചു മുകളിലൂടെ കറക്കിയെടുത്തോണ്ട് പോകും. സാധാരണ കാറ്റല്ല അടിച്ചത്, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ കാറ്റടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. മഹാശക്തിയുള്ള കാറ്റടിച്ച നിൽക്കുന്നവരുൾപ്പെടെ ഒന്ന് ആടും. ഹലോ, നിൽക്കുന്നവരുൾപ്പെടെ ഒന്നാടും. ഇതുവരെ പ്രതിസന്ധി ചുറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാറ്റടിച്ചപ്പോൾ തലയുടെ മുകളിലും, ഹലോ, തലയുടെ മുകളിലും പ്രതിസന്ധിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യവുമില്ല രക്ഷപ്പെടാൻ. ഹലോ, നമ്മളൊക്കെ പറയാറില്ല, പാസ്റ്ററെ മുങ്ങി, ഹലോ, മുങ്ങി പോയി പാസ്റ്ററെ, ഇനി ഒരു പ്രതീക്ഷയും, ഇനി രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷയും ഇല്ല. അടിച്ചത് മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റാ. ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. എല്ലാ കാറ്റും പ്രതിസന്ധി കൊണ്ടുവരുന്നതല്ല മോശേ. നിന്റെ മുൻപിൽ മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റാണേലോ, അതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി വഴി തുറക്കാനാ പദ്ധതി. ഈ പകൽ ആർത്തിരമ്പുന്ന കാറ്റുകളുണ്ടല്ലോ, ഭയപ്പെടേണ്ട. ചിലവ് നിനക്ക് വഴി കൊണ്ടുവരുമവ, ചിലവ് നിന്റെ സഭയെ വളർത്തുമവ, ചിലവ് നിന്റെ സഭയെ ഉറപ്പിക്കുമവ. ഓ, ഈ പകൽ വിശ്വസിക്ക്. ചിലവ് നിന്നെ വളർത്തുമവ, ചിലവ് നിന്നെ ഉയർത്തുമവ, ചിലവ് കാണാത്ത വഴികളെ. ഇന്നുള്ള സാഹചര്യം കണ്ട് നീ ഭയപ്പെടരുത്. ഇന്നത്തെ കാർത്തിരമ്പുന്ന
കിഴക്കൻ കാറ്റ് കണ്ട് നീ ഭയപ്പെടരുത്. അതിന് മഹാശക്തി ഉണ്ടായിരിക്കുക. ഈ ശക്തി നിന്നെ തകർക്കാനല്ല, ഇതുവരെയും ചിതറിച്ചിട്ടില്ലാത്ത, ഇതുവരെ രണ്ടായിട്ടില്ലാത്ത ചില ചെങ്കടലുകളെ രണ്ടാക്കി നിനക്കുണങ്ങിയ നിലത്ത നിനക്ക് വഴിയൊരുക്കി നിന്നെ മറുകര എത്തിക്കുമാണ്. ഇന്ന് പകൽക്കാല ചില കാറ്റുകൾ നിന്നെ മറുകര എത്തിക്കുമാണ്. ചില കാറ്റുകൾ നിന്നെ വളർത്തുന്നതാണ്. ചില കാറ്റുകൾ ദൈവം നിന്നെ ഉറപ്പിക്കുന്നതാണ്. ചില കാറ്റുകൾ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതാണ്. ചില കാറ്റുകൾ വാഗ്ദത്തത്തിന്റെ കനാനിലേക്ക് നിനക്ക് റൂട്ട് മാപ്പ് വെട്ടിത്തരുന്നതാണ്. ചില വാഗ്ദത്തത്തിലേക്ക് നിന്റെ പിതാക്കന്മാരോട്, നിന്റെ മാതാവിനോട്, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത വാഗ്ദത്തത്തിലേക്ക്, വാഗ്ദത്ത കനാനിലേക്ക് ചില കാറ്റുകൾ നിനക്ക് വഴി വെട്ടിത്തരുന്നതാണ്. മോശയോട് ചോദിച്ച മോശയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ പിതാക്കന്മാർ, എൻ്റെ പിതാക്കന്മാർ കേട്ടൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകാനാ ഈ കാറ്റ് ദൈവം അടുപ്പിച്ചേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചെങ്കടലിൻ്റെ അടുക്കൽ മോശ നിൽക്കുമ്പോൾ അവൻ്റെ കൂടെ ജനം മാത്രമല്ല ഉള്ള പ്രിയരെ. വചനം വ്യക്തമായി പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ കൂടെ യോസേഫിൻ്റെ അസ്ഥിയുണ്ട്. യോസേഫിൻ്റെ അസ്ഥിയുണ്ട്. യോസേഫ് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ദൈവം സന്ദർശിക്കും, നിങ്ങളെ ദൈവം സന്ദർശിക്കും, നിങ്ങളെ ദൈവം മടക്കിക്കൊണ്ടുപോകും. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തിലേക്ക് ദൈവം നിന്നെ ഒരു നാൾ മടക്കിക്കൊണ്ടുപോകും. അത്രയും കാലം ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ലേലും എൻ്റെ അസ്ഥിയെങ്കിലും എൻ്റെ അസ്ഥിയെങ്കിലും ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പോകുമ്പോൾ എന്തു മറന്നാലും എൻ്റെ അസ്ഥി എടുക്കാൻ നിങ്ങൾ മറക്കരുത്. യോസേഫിൻ്റെ അസ്ഥിയുമായിട്ടാ മോശയും കൂട്ടാളികളും ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുന്നേ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, എൻ്റെ ദൈവം അനീതിയുള്ള രാജാവല്ല. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു തുള്ളി തണ്ണീരെങ്കിലും, ദൈവരാജ്യത്തിന് വേണ്ടി ഇല്ലായ്മയിൽ നീ നിന്നാൽ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനം പറയുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് നിർബന്ധത്താലല്ല, പ്രേരണയാലുമല്ല. അത് ശാപമാണ്. സ്വന്തം മനസ്സാക്ഷിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ഇല്ലായ്മയിൽ നീ നിന്നാൽ എഴുതിയിട്ടോ, നിന്റെ വാഗ്ദത്തം നീ മരിച്ചു മൺമറഞ്ഞാലും നിന്റെ തലമുറകളും നീ കാണാതിരിക്കില്ല. ഞാൻ പ്രസംഗിക്കുന്നത് സത്യവചനമാണ്. അത് ജീവന്റെ വചനമാണ്. എന്റെ ദൈവം തലമുറകളുടെ ദൈവമാണ്. ഇനിവരെ അപ്പുറത്ത് കൊണ്ടുപോകണം. അതിനൊരു കാറ്റടിപ്പിച്ചാലേ പറ്റൂ. ഇന്ന് പകൽ കാറ്റ് വെളിപ്പെടുമ്പോൾ, ശൂന്യത വെളിപ്പെടുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ലായിരിക്കാം. നിൽക്കുന്ന ഇടം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പിന്നെ കാറ്റ് ചുറ്റിയെടുക്കുന്നുണ്ടായിരിക്കാം. ഒരു സ്വപ്നത്തിനും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരിക്കാം. ആത്മാവിലൊരു ദൂത് ഞാൻ പറയാം. ചരിത്രത്തിൽ ആരും കാണാത്ത വഴി ഈ കാറ്റ് നിനക്ക് തുറന്നു തരും. ഈ കാറ്റ് തകർക്കാനല്ല, ഈ കാറ്റ് തകർക്കാനല്ല,
ഇത് വഴി തുറക്കുന്നതാണ്. ഇത് വാഗ്ദത്തത്തിന്റെ വഴി വെട്ടുന്നതാണ്. ഈ കാറ്റ് വാഗ്ദത്തത്തിന്റെ മറുകരയെത്തിക്കുന്നതാണ്. സമയം തീർന്നു. ഒറ്റ കാറ്റും കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വിട്ട കാറ്റാ. ഹലോ, മോശയുടെ മുൻപിൽ വെളിപ്പെട്ട കാറ്റ് വഴി തെളിയിക്കുന്ന കാറ്റായിരുന്നു. വാഗ്ദത്തത്തിന്റെ വഴി തെളിയിക്കുന്ന കാറ്റായിരുന്നു. നോഹയുടെ അടുക്കൽ ഹലോ സ്റ്റിയറിംഗ് ഇല്ലാത്ത, ബ്രേക്കില്ലാത്ത, നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ പെട്ടകം. ഹലോ, ഞാൻ പറഞ്ഞു, ഏകദേശം 1 വർഷത്തോളം വെള്ളത്തിൽ കിടക്കുക. മണ്ണിലിരുന്നതാ, ഇപ്പം വെള്ളത്തിലാ. ഹലോ, ചിലയൊക്കെ ജീവിതം അങ്ങനെയാ. എന്ത് സ്വസ്ഥമായി ജീവിച്ചതാ, എന്ത് സന്തോഷത്തോടെ ജീവിച്ചതാ. അപ്പനും അമ്മയും മക്കളും ഒക്കെ ആനന്ദത്തോടെ ജീവിച്ചതാ. എന്ത് ഭയമില്ലാതെ ശുശ്രൂഷ ചെയ്തതാ, എന്ത് ദൈവത്തിന് വേണ്ടി നിന്നതാ. പക്ഷെ ഇന്ന് ഒരു നിലനിൽപ്പില്ല. ഒഴുകി നടക്കുക. പ്രിയരെ, ഒഴുകിപ്പോകുന്ന വെള്ളമെല്ലാം ചെന്നെത്തുന്നത് കടലിലാണ്. ഈ നോഹയുടെ പെട്ടകം, ഞാൻ പറഞ്ഞു, അതിന് ബ്രേക്കില്ല, കപ്പിത്താനില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷിപ്പിന് ഇപ്പോൾ ക്യാപ്റ്റൻ ഇല്ല. ദൈവം പറഞ്ഞു, പെട്ടകം മാത്രം പണിതോ, ഞാൻ അടയ്ക്കും. ഞാനിങ്ങനെ പറയാം, ബ്രേക്കില്ലാതെ, ക്യാപ്റ്റൻ ഇല്ലാതെ പെട്ടകം ഓട്ടിക്കുന്ന ഒരേ ഒരു ഡ്രൈവർ യേശുവാ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിക്കുന്നേ. അതുകൊണ്ടല്ലേ എത്ര പ്രാവശ്യം മുങ്ങിപ്പോകുമെന്ന് ചിന്തിച്ചതാ. ഇന്നും നാം ജീവനോടെ ഇരിക്കുന്നത് ആ കർത്താവ് നിയന്ത്രിക്കുന്നത് കൊണ്ടല്ലേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. പ്രിയരെ, വെള്ളത്തിന്റെ ഒഴുക്ക് മുഴുവനും കടലിലേക്ക് ചെന്ന് നിൽക്കാനാ. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടകം ഒഴുകുന്നത് കടൽ ലക്ഷ്യമാക്കിയാണ്. ഹലോ, പെട്ടകം ഒഴുകുന്നതും കടൽ ലക്ഷ്യമാക്കിയാണ്. വചനം കൃത്യമായി പറയുന്നു, കടൽ ലക്ഷ്യമാക്കി ഒഴുകുന്ന നോഹയുടെ പെട്ടകത്തെ വചനം അങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചു. വചനം ഇങ്ങനെ പറയുന്നു, ദൈവം നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തു. നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളവരെയും ദൈവം ഓർത്തു. ദൈവം ഓർത്താൽ ഒരു കാറ്റുറപ്പാ. ഹല്ലേലൂയ. ദൈവം ഓർത്തു. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു കാറ്റടിപ്പിച്ചു, പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. വല്ലം പിടികിട്ടിയോ? അർത്ഥം, ഈ കാറ്റിൻ്റെ പ്രത്യേകത, കാറ്റടിക്കുന്നിടത്തോട്ട് പെട്ടകം ഓടും. ഹലോ, കാറ്റടിക്കുന്ന ദിശയിലോട്ട് പെട്ടകം ചലിക്കും. എൻ്റെ ദൈവത്തിന് മനസ്സിലായി, ഒരു നിയന്ത്രണമില്ലാത്ത ഈ പെട്ടകത്തെ ഉറപ്പിക്കണമെങ്കിൽ ഒരു കാറ്റാവശ്യമാണ്. ആ കാറ്റെൻ്റെ ദൈവം അടിച്ചപ്പോ അങ്ങോട്ടൊഴുകിയത് എൻ്റെ ദൈവം ഒഴുക്കിനെതിരെ കാറ്റടിപ്പിച്ച് എൻ്റെ ദൈവ പർവ്വതത്തിൽ ഉറപ്പിച്ചു. ഇന്ന് പകൽ ഈ കാറ്റിൻ്റെ പ്രത്യേകത, ഈ കാറ്റ് തകർക്കുന്ന കാറ്റല്ല നോഹേ, ഈ കാറ്റ് പർവ്വതത്തിൽ ഉറപ്പിക്കുന്ന കാറ്റാണ്. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് നന്നായി ആരാധിച്ചാട്ട്. ഈ കാറ്റിന്റെ പ്രത്യേകത, ഇത് ഉറപ്പിക്കുന്ന കാറ്റാണ്. മോശയുടെ മുൻപിൽ അടിച്ച കാറ്റിന്റെ പ്രത്യേകത, ഇത് വഴിതെളിയിക്കുന്ന കാറ്റാണ്. അത് വാഗ്ദത്തത്തിന്റെ വഴി തെളിയിക്കുന്നതാണെങ്കിൽ, ഇത് വാഗ്ദത്തമുള്ളവനെ ആർക്ക് തകർക്കാൻ
തകർക്കാൻ കഴിയാത്തവണ്ണ് ഉറപ്പിക്കുന്ന കാറ്റാണ് ദൈവാത്മാവ്. രണ്ടു ദൂത് ഈ പകൽ ദൈവസഭയെ നോക്കി പറയുക, എത്ര വലിയ ഫറവോനും സൈന്യവും മെനക്കെതിരെ എഴുന്നേറ്റാലും, എത്ര വലിയ ശക്തികൾ മെനക്കെതിരെ കൂടാലോചന ഒരുക്കിയാലും, എത്ര വലിയ ആയുധങ്ങൾ അവന്റെ പക്കലുണ്ടായാലും, എന്റെ ദൈവം കാറ്റടിപ്പിച്ച് നിനക്ക് വഴി തുറന്നു വരിക മാത്രമല്ല, എന്റെ ദൈവം കാറ്റടിപ്പിച്ച് എന്റെ ദൈവം നിന്നെയും നിന്റെ സഭയെ ഉറപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, എൻ്റെ ദൈവം നിന്നെ ഉറപ്പിച്ചാൽ നിന്നെ ഉറപ്പിച്ച ഇടത്ത് നിന്ന് ആർക്കും ചലിപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, റഷ്യക്കടുത്താണ്, ഹലോ, റഷ്യയുടെ അടുത്താണ് അരാരാത്ത് എന്ന് പറയുന്ന ഒരു പർവ്വതം. ആ പർവ്വതത്തിലേക്ക് ഒരു പടക് പെട്ടകം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് നോഹയുടെ പെട്ടകമെന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നേ. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു, എത്ര വർഷം കഴിഞ്ഞു, ഇന്നും അത് അതേപോലെ ഇരിക്കുക. ദൈവം നിന്നെ ഉറപ്പിച്ചാൽ, നിന്റെ കുടുംബത്തെ ഉറപ്പിച്ചാൽ, നിന്റെ തലമുറയെ ഉറപ്പിച്ചാൽ, നിന്റെ സഭയെ ഉറപ്പിച്ചാൽ, നിന്റെ ശുശ്രൂഷയെ ഉറപ്പിച്ചാൽ, നിന്റെ ഭാവിയെ ഉറപ്പിച്ചാൽ, നിന്റെ കുടുംബ ജീവിതത്തെ ഉറപ്പിച്ച, നിന്റെ മക്കളെ ഉറപ്പിച്ച, ആർക്കും പറിച്ചു കളയാൻ കഴിയില്ല. ദൈവം ഉറപ്പിച്ചാൽ ഉറപ്പിച്ചവൻ.